ഈ ഗോവിന്ദചാമിയെ സെൻട്രൽ ജയിലിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? വിവരങ്ങൾ. സുഹൈൽ, ഗോവിന്ദചാമിയെ സെൻട്രൽ ജയിലിനകത്ത് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇനി പറഞ്ഞതുപോലെ അയാൾ താമസിച്ചിരുന്ന സെല്ല്, അതിൽ നിന്ന് പുറത്തിറങ്ങിയ രീതി, ഏതുവഴിയാണ് പോയത്, എങ്ങനെയാണ് മതിലിൻ്റെ അടുത്തേക്ക് എത്തിയത്, ഏത് രീതിയിലാണ് ഈ തുണി ഉപയോഗിച്ചുകൊണ്ട് ചാടിക്കടന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായ മൊഴിയെടുക്കുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ നേരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് മൊഴിയെടുത്ത സമയത്തും ഇപ്പോൾ ഈ ഇവിടെ സ്ഥലത്ത് കൊണ്ടുവന്ന് മൊഴിയെടുക്കുന്ന സമയത്തും ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും മൊഴികളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സമയത്ത് രേഖപ്പെടുത്താൻ സാധിക്കും. എന്തായാലും അല്പസമയത്തിന് മുമ്പ് തന്നെയാണ് ഇതിനകത്തേക്ക് ഗോവിന്ദചാമിയെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇതിനുള്ളിലെ 10-ാം നമ്പർ സെല്ലിൽ നിന്നായിരുന്നു ഗോവിന്ദചാമി കഴിഞ്ഞ ദിവസം ചാടിപ്പോയത്. ഈ 10-ാം നമ്പർ സെല്ലിലെ കമ്പി മുറിക്കുന്നു, അതിനുശേഷം പുറത്തേക്ക് ചാടുന്നു, പിന്നീട് നടന്ന് ഈ പറഞ്ഞതുപോലെ ഒരു മതിലിൻ്റെ അടുത്തേക്ക് എത്തുന്നു, അവിടെ നിന്ന് ചാടി പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ഈ വഴികളിൽ കൂടിയൊക്കെ ഗോവിന്ദചാമി കൊണ്ടുപോകും. ഏത് വഴിയിൽ കൂടിയാണോ ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത്, ആ വഴികളിൽ കൂടിയൊക്കെ അയാളെ കൊണ്ടുപോയിട്ട് വിശദമായ ഒരു തെളിവെടുപ്പ് നടക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് മുമ്പാണ് അയാളെ ഇതിനകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. പോലീസ് മേധാവി, ജയിൽ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ജില്ലയിൽ ഉണ്ടാകുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലൊരു സംഭവം കണ്ണൂർ സെൻട്രൽ ജയിലിൽ, അതായത് അതീവ സുരക്ഷയുള്ള ജയിലിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് വകുപ്പിനാകെ നാണക്കേടാണ്. അത്തരത്തിലുള്ള ചില പരാതികളൊക്കെ വകുപ്പ് മേധാവിക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പരിശോധന നടത്തുന്ന സമയത്തായിരുന്നു അപ്രമാദമായ കേസിലെ ഒരു ക്രൂരനായ ഒരു കൊലയാളിയായിട്ടുള്ള ഒരു വ്യക്തിയെ ജയിലിൽ നിന്ന് ചാടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് അയാളെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആ സമയത്ത് നിൽക്കുമ്പോഴും ജയിൽ വകുപ്പിന് പറ്റിയിട്ടുള്ള വീഴ്ച, ജയിൽ ഉദ്യോഗസ്ഥർ പറ്റിയിട്ടുള്ള വീഴ്ച, കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് പറ്റിയിട്ടുള്ള വീഴ്ച, കഴിഞ്ഞ 2 മാസത്തോളമായി ഈ ഗോവിന്ദചാമി പുറത്തേക്ക് കടക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആസൂത്രണങ്ങൾ കണ്ടെത്താൻ സാധിക്കാൻ പറ്റാത്തതിൽ പോയിട്ടുള്ള വീഴ്ച, അതൊക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 3 പ്രിസണേഴ്സ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും നിൽക്കുന്നതല്ല ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ ഏറ്റവും വ്യാപ്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വീഴ്ച ഇതിൽ നിന്ന് മറച്ചുവെക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. 2-3 പ്രിസണേഴ്സ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം തീരുന്നതല്ല ഗോവിന്ദചാമിയെ പോലെ ഒരു അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ജയിലിൽ നിന്ന്, അതിലെ തന്നെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സെല്ലിൽ നിന്ന് ചാടിപ്പോയതിന്റെ വലിപ്പവും വ്യാപ്തിയും 2-3 പ്രിസണേഴ്സ് ഓഫീസർമാരെ മാത്രം സസ്പെൻഡ് ചെയ്തതുകൊണ്ട് തീരുന്നതല്ല. എന്തായാലും ഇപ്പോൾ ഗോവിന്ദചാമിയുമായിട്ട് ഇവിടെ തെളിവെടുപ്പ് നടത്തുകയാണ്. രാവിലെ 6:30 കൂടിയിട്ടായിരുന്നു കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി ചാടിപ്പോയതായിട്ടുള്ള വിവരം ലഭിക്കുന്നത്. ആ സമയത്ത് തന്നെ ടൗൺ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് ദ്രുതഗതിയിലുള്ള നടപടി ഉണ്ടാവുകയായിരുന്നു. പിന്നീട് 2-3 മണിക്കൂറകം തന്നെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തു നിന്ന്, ഒരു കെട്ടിടത്തിന്റെ സമീപത്ത് നിന്ന് ഗോവിന്ദചാമി പിടികൂടുകയായിരുന്നു. പിന്നീട് ചോദ്യം ചെയ്യലൊക്കെ നടത്തി. ചോദ്യം ചെയ്യൽ ചില കാര്യങ്ങളൊക്കെ ഗോവിന്ദചാമി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വസ്തുതയുള്ളതാണോ സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഗോവിന്ദചാമി അയാൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കഴിയുകയായിരുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ആ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും പരിശോധിച്ച് നോക്കും, അല്ലെങ്കിൽ പറഞ്ഞ മൊഴിയിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ എന്ന് ഇവിടെ വന്ന് നേരിട്ട് പരിശോധിക്കും. അതിന് ആദ്യം പോവുക ഗോവിന്ദചാമി കഴിഞ്ഞ സെല്ലിലേക്കാണ്, അല്ലെങ്കിൽ ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന സെല്ലിലേക്കാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നീട് അയാളോട് അവിടെ നിന്ന് കാര്യങ്ങൾ വിശദമായി ചോദിച്ച് മനസ്സിലാക്കും. എങ്ങനെയാണ് കട്ട് ചെയ്തത്, എവിടെയായിരുന്നു കട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ആയുധം ഒളിപ്പിച്ചു വെച്ചത്, എങ്ങനെയായിരുന്നു ഒളിപ്പിച്ചു വെച്ചത്, ഈ നൂലുകളൊക്കെ എവിടെ നിന്ന് കിട്ടി, എങ്ങനെയാണ് സംഘടിപ്പിച്ചത്, എവിടെ നിന്നാണ് ഇത്രയധികം തുണികൾ, അതായത് മതിലുകൾ ചാടിക്കടന്ന് കുറേയധികം തുണികൾ കൂട്ടിക്കെട്ടിയിട്ടാണ് എന്നൊരു സൂചനയും വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു. ആ തുണികളൊക്കെ നമുക്ക് ഇപ്പോഴും മതിലിന്റെ സെൻട്രൽ ജയിലിന്റെ മതിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജയിൽ ചാടാൻ വേണ്ടി ഗോവിന്ദചാമിക്ക് ഒരു സഹതടവുകാരന്റെ സഹായം ലഭിച്ചിരുന്നു എന്നൊരു വിവരവും ഒരു സൂചന കൂടി ലഭിച്ചിരുന്നു. അയാൾ ഉൾപ്പെടെയുള്ള ഈ ജയിലിനകത്ത് അയാൾ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അയാളുടെ മുന്നിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിലും ഒരു വ്യക്തതയിൽ ഒരു സംശയമുണ്ട്. ഒരു പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഗോവിന്ദചാമി പറഞ്ഞ കാര്യങ്ങളിൽ, മൊഴികളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്ന് ഈ സമയത്ത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം, നാടിനാകെ അപമാനമായിരുന്ന, അല്ലെങ്കിൽ നമുക്കേറെ വേദന ഉണ്ടാക്കുന്ന ഒരു കേസിലെ കൊടും ക്രിമിനലായിട്ടുള്ള കുറ്റവാളി, മറ്റനേകം കേസുകളിൽ, തമിഴ്നാട് ഉൾപ്പെടെ മറ്റനേകം കേസുകളിൽ, നിരവധിയായ കേസുകളിൽ പ്രതിയായിട്ടുള്ള കുറ്റവാളി ജയിൽ ചാടി പോയി എന്ന സമയത്ത് വലിയ ആശങ്കയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ആ ആശങ്ക ഒഴിവാക്കാൻ എന്തായാലും സാധിച്ചിട്ടുണ്ട്. അയാളെ പിടികൂടാൻ എന്തായാലും സാധിച്ചിട്ടുണ്ട്. അതിന് പൊതുജനങ്ങളുടെയും പോലീസിന്റെയും ഒക്കെ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ പിടികൂടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ബാക്കിയാവുന്നത് ഈ ജയിലിനകത്ത് സംഭവിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. ആ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജയിൽ ചാട്ടത്തിൽ ഒരു കാര്യം തീർത്തു പറയേണ്ടതുണ്ട്. ജയിൽ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ വീഴ്ച, സമ്പൂർണ്ണ പരാജയം.